തുടർച്ചയായ പരാജയങ്ങൾക്കിടയിൽ കോൺഗ്രസിന് പുതുജീവൻ നൽകിയ ഒരിടമാണ് കർണാടക. കർണാടകയിലെ വിജയം നമുക്കറിയാം, ദേശീയതലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ തമ്മിലടി അവസാനിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ഹൈക്കമാൻഡിന് കഴിയുമോ? മരുഭൂമിയിലെ അപൂർവം ചില മരുപ്പച്ചകളിൽ ഒന്നാണ് കർണാടക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെ ആശ്വസിക്കാനുള്ളത് കർണാടകയിൽ 2.5 വർഷം മുൻപ് നേടിയ മിന്നുന്ന വിജയം, 2 തെലങ്കാനയിൽ നേടിയ അട്ടിമറി വിജയം, അതുപോലെ ഹിമാചൽ പ്രദേശിൽ ഭരണകൂടം നിലനിർത്താനാവുന്നത്. ഇത് കഴിഞ്ഞാൽ കോൺഗ്രസിന് ജൂനിയർ പാർട്ട്ണർ എന്ന നിലയിൽ തമിഴ്നാട്ടിലും മറ്റ് ഇടങ്ങളിൽ ജാർഖണ്ഡിലും ഒക്കെയുള്ള ചെറിയ സാന്നിധ്യം. കേരളത്തിൽ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വൻപൻ പ്രതീക്ഷകൾ. അതുമാത്രമായി ചുരുങ്ങുന്നു കോൺഗ്രസ്. അപ്പോൾ അവശേഷിക്കുന്ന സ്ട്രോങ് ഹോൾഡിൽ ഏറ്റവും നിർണായകമായ വലിയ സംസ്ഥാനം കർണാടക തന്നെയാണ്. 28 ലോക്സഭ MP-മാരെ പ്രൊവൈഡ് ചെയ്യുന്ന, 224 നിയമസഭാ അംഗങ്ങളെ പ്രദാനം ചെയ്യുന്ന കർണാടകയെ സംബന്ധിച്ചിടത്തോളം 2 ശക്തരായ നേതാക്കൾ കോൺഗ്രസിനുണ്ട്. എക്കാലത്തും ശക്തരായ നേതാക്കളുണ്ടായിരുന്നു. ദേവരാജ് അരശിൻ്റെ കാലഘട്ടം, ബംഗാരപ്പയുടെ കാലഘട്ടം, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പലപ്പോഴും പാർട്ടി വിട്ടുപോവുകയും പിളർപ്പുണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഇന്നത്തെ നിലയിൽ ഏറ്റവും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് താരമൂല്യമുള്ള നേതാക്കളുടെ പട്ടികയിൽ മുന്തിയ സ്ഥാനമുള്ള ആളാണ് DK എന്ന് വിളിക്കുന്ന ശിവകുമാർ. DK ശിവകുമാർ. അദ്ദേഹം ഇന്ന് ഉപമുഖ്യമന്ത്രിയാണ്. DK ശിവകുമാർ നൽകുന്ന ഒരു പിൻബലമാണ് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി എന്നോർക്കണം. കർണാടകത്തിൽ നമുക്കറിയാമല്ലോ 2 പ്രമുഖ ജാതീയ വിഭാഗങ്ങളാണുള്ളത്. ലിംഗായത്തുകൾ, വൊക്ക ലിഗർ. ലിംഗായത്തുകൾ പൊതുവെ BJP-യോട് ചാഞ്ഞു നിൽക്കുന്നു ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച്. വൊക്ക ലിഗറുടെ പ്രധാനപ്പെട്ട പാർട്ടി ജനതാദളായിരുന്നു, ദേവഗൗഡയുടെ പാർട്ടി. ദേവഗൗഡയുടെ പാർട്ടി ഇന്ന് NDA പാളയത്തിലേക്ക് മാറിയിരിക്കുന്നു, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തലപ്പൊക്കമുള്ള, ഗ്ലാമറുള്ള, അടിസ്ഥാനപരമായി പ്രവർത്തകർ കൂടെയുള്ള, എല്ലാവരെയും ഉദ്ദീപിച്ച് നിർത്താൻ കഴിയുന്ന ഒരു വൻപൻ നേതൃത്വം, അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം DK ശിവകുമാർ. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ കർണാടകത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സിദ്ധാരാമയ്യേക്കാൾ ഏറെ താരമൂല്യമുള്ള. ഇതിനിടയ്ക്ക് BJP കുറിച്ചും പറയുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേതൃത്വമില്ല. യെദ്യൂരപ്പയ്ക്ക് ശേഷം നേതാവില്ല. പലരെയും ബൊമ്മയുടെ മകൻ, SR ബൊമ്മയുടെ മകനെ പരീക്ഷിച്ചു. പല പരീക്ഷണങ്ങളും യെദ്യൂരപ്പയുടെ മകനെ പരീക്ഷിച്ചു. അങ്ങനെ നേതൃദാരിദ്ര്യം വല്ലാതെ അലട്ടുന്ന എല്ലാ പാർട്ടികളിലും അലട്ടുന്ന കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് DK ശിവകുമാർ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ ഒരു നോട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാത്രം നോട്ടമല്ല, ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാം തന്നെ DK ശിവകുമാർ ആവും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹമാണ് പാർട്ടിക്ക് വേണ്ടി പണം എത്തിക്കുന്നത്. നോക്കൂ, പണം സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടിക്ക് മാത്രമേ ദേശീയ തലത്തിൽ പിടിച്ചു നിൽക്കാനാവൂ. ഇപ്പോൾ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കോൺഗ്രസിന് ദേശീയ ഖജനാവ് കുറേയെങ്കിലും നിറഞ്ഞത്. ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കുറേയൊക്കെ നേട്ടമുണ്ടായിരുന്നു. കർണാടകത്തിൽ അതുപോലെ DK ശിവകുമാറാണ് ഫണ്ട് റേസർ. ഓൾ ഇന്ത്യ തലത്തിൽ പോലും കോൺഗ്രസിനെ ഇന്ന് നിലനിർത്താൻ തക്ക ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയുന്നത് DKയ്ക്കാണ്. DK തന്നെയാണ് തെലങ്കാന പിടിക്കാനും നേതൃത്വം നൽകി. തെലങ്കാന പിടിക്കാനും തൊട്ടടുത്ത സംസ്ഥാനമാണെന്ന് ഓർക്കണം തെലങ്കാന. ആന്ധ്രാപ്രദേശ് വിഭജന സമയത്ത് വലിയ പഴി കേട്ടു കോൺഗ്രസ്. കയ്യിലിരുന്ന ആന്ധ്രാപ്രദേശ്, അതായത് ജഗൻമോഹൻ റെഡ്ഡിക്ക് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ ഒരു നീക്കം നടത്തി. അതിൽ പ്രകോപിതനായ ജഗൻമോഹൻ റെഡ്ഡി, അതായത് YS രാജശേഖർ റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി കോൺഗ്രസിൻ്റെ അണികളെ കംപ്ലീറ്റ്ലി തൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, YSR കോൺഗ്രസ് എന്ന രൂപത്തിൽ. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് വില്ലൻ സ്ഥാനം. തെലങ്കാനയിൽ TRS കോൺഗ്രസിനെ വഞ്ചിച്ചു എന്ന് പറയുന്നതാണ് ശരി. സംസ്ഥാന പദവി ലഭിച്ചാൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാം എന്ന ഓഫർ പാടേ മറന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദമായിരുന്നു ആവശ്യം, ചന്ദ്രശേഖർ റാവുവിന്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിന് അവസാനം നഷ്ടപ്പെട്ട ഒരു സാന്നിധ്യം തെലങ്കാനയിൽ, തെലുങ്ക് മണ്ണിൽ ലഭിച്ചു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഒരു ഭരണകൂടമുണ്ട്, രേവന്ത് റെഡ്ഡി അവിടെ ഭരിക്കുന്നു.
പക്ഷേ കർണാടകത്തിൽ കുറച്ചുകൂടി സങ്കീർണമാണ് സിറ്റുവേഷൻ. കർണാടകത്തിൽ അതിശക്തമാണ് BJP എന്ന പാർട്ടിയും, ഒരു കണക്കിൽ പറഞ്ഞാൽ അതിശക്തമായ BJP JDU കമ്പൈനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് നന്നായി വിയർക്കേണ്ടി വരും. അതുകൊണ്ടാണ് സിദ്ധാരാമയ്യ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ്. മുൻപും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സമുദായം കുറുബ സമുദായത്തിന് 6% വോട്ട് ബാങ്ക് മാത്രമാണ്. അത് വലിയൊരു നമ്പർ എന്ന് പറയാനാവില്ല, പിന്നാക്ക വിഭാഗമാണ്. പക്ഷെ ഒക്കലിഗരുടെ ഒരു മുഖ്യമന്ത്രി എന്നൊരു സ്വപ്നമുണ്ട്. വലിയ തോതിലാണ് ജനതാദളിൽ നിന്നും, അതായത് ജനതാദൾ സെക്യുലർ, അത് ദേവഗൗഡയുടെ പാർട്ടിയിൽ നിന്നും വൻതോതിലാണ് ഒക്കലിഗർ കോൺഗ്രസിലേക്ക് ശിവകുമാർ ഇഫക്റ്റിൽ DK മാജിക്കിൽ എത്തിയത്. അവരെ കൂടെ നിർത്തണമെങ്കിൽ ശിവകുമാറിനെ പ്രോപ്പർലി അക്കോമഡേറ്റ് ചെയ്യണം. PCC പ്രസിഡന്റ് പദമോ ഉപമുഖ്യമന്ത്രി പദമോ പോരാതെ വരും. അതുകൊണ്ടാണ് പവർ ഷെയറിംഗ് എന്ന രൂപത്തിൽ 2.5 വർഷം കഴിയുമ്പോൾ DKക്ക് അധികാരം കൊടുക്കും എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷേ സിദ്ധാരാമയ്യ അറിഞ്ഞ മട്ട് തടിച്ചിട്ടില്ല. അന്നും ഇന്നും ഒരു പവർ ഷെയറിംഗ് ഉണ്ട് എന്ന് ആരും ഔപചാരികമായി സ്ഥിരീകരിക്കുന്നില്ല. അണികൾ പറയുന്നു DKക്ക് വേണ്ടി 2.5 വർഷം കഴിയുമ്പോൾ സിദ്ധാരാമയ്യ മാറിക്കൊടുക്കും. സിദ്ധാരാമയ്യോട് ചോദിക്കുമ്പോൾ മന്ത്രിസഭ ഇവിടെ ഒരു ഒഴിവില്ല. DK ആണെങ്കിലും തെളിച്ചു പറയുന്നില്ല. പക്ഷേ DK പിന്തുണയ്ക്കുന്ന സാമാജികർ ഇന്ത്യയിലുടനീളം നാം ശ്രദ്ധിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ലോട്ടസ് ചർച്ച ചെയ്ത കർണാടകയിലാണ്. അപ്പോൾ കർണാടകയിൽ കോൺഗ്രസിന്റെയും JDUവിന്റെയും MLA-മാരെ തങ്ങളെ പാളയത്തിലെത്തിച്ചാണ് എല്ലാ കാലത്തും BJP ഭരിച്ചിട്ടുള്ളത്. ഇത്രയും വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ കർണാടകയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഭരണം നടത്തി. അത് ഈ ഓപ്പറേഷൻ ലോട്ടസ് ആണ്. അപ്പോൾ വീണ്ടും ഒരു ഓപ്പറേഷൻ ലോട്ടസ് കർണാടകയിൽ ഉണ്ടാകുന്നു. സ്ഥലം കർണാടക ആയതുകൊണ്ട് തെളിച്ച് പറയാനാവില്ല, റൂൾ ഔട്ട് ചെയ്യാൻ ആവില്ല. ഈ നിയമസഭയ്ക്ക് ഇനി 2.5 വർഷം കൂടി കാലാവധി ഉണ്ട്. അതുകൊണ്ട് എന്ത് തരം പൊളിറ്റിക്കൽ മാനേജ്മെന്റിനും പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങിനും വിധേയമാകാവുന്ന മനസ്സുകളാണ് കർണാടകത്തിൽ രാഷ്ട്രീയക്കാർക്ക് പൊതുവേ ഉള്ളത്. കോൺഗ്രസ്സുകാരെ വിലയ്ക്ക് വാങ്ങാൻ പണ്ടുമായിട്ടുണ്ട്, ഇപ്പോഴും ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശക്തമായ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കർണാടകയിൽ BJP ഭരണം നടത്തി. അത് ഈ ചാക്കിട്ട് പിടിച്ച് റിസോർട്ട് രാഷ്ട്രീയം, അതുപോലെ ബസ് നയതന്ത്രം, ബസ്സിൽ ലക്ഷറി കോച്ചിൽ വലിയ തോതിൽ MLA-മാരെ കൊണ്ടുപോവുകയാണ് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ MLA-മാരെ കടത്തിക്കൊണ്ട് വരേണ്ട അവസരം വന്നപ്പോഴൊക്കെ തുണയായത് DK ശിവകുമാറാണ്. അത് വീണ്ടും ബസ് വരുമോ? വീണ്ടും ഒരിക്കൽ കൂടി ബസ്സിൽ കോൺഗ്രസിന്റെ MLA-മാരെ BJP കൊണ്ടുപോകുന്നുവെങ്കിൽ അത് തടയിടാൻ കഴിയുന്ന ഒരു സംഘാടക ശക്തിയുള്ള നേതാവ് DK തന്നെയാണ്. ഫ്രണ്ട് സീറ്റിൽ അദ്ദേഹം തന്നെ ഇരിക്കുകയും എത്ര പേര് ആ ബാൻഡ് വാഗണിൽ കയറുകയും ചെയ്യും എന്നത് മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡിനെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരച്ചെടുത്തുപ്പാനും വയ്യ എന്ന നിലയിലാണ്. കാരണം ഹൈക്കമാൻഡുമായി നല്ല ടേംസിലാണ് DK എന്ന് പറയുമ്പോഴും ഹൈക്കമാൻഡിനെ തങ്ങളെക്കാൾ തലപ്പൊക്കത്തിൽ, അത് ഇവിടെ തരൂറാകട്ടെ, കേരളത്തിൽ തരൂറാകട്ടെ, മറ്റേതെങ്കിലും നേതാവാകട്ടെ, തന്നെക്കാൾ തലപ്പൊക്കത്തിൽ വളരാൻ ഒരു നേതാവിനെയും ചരിത്രപരമായി കോൺഗ്രസിന്റെ ഗാന്ധി നെഹ്റു ഡൈനാസ്റ്റിക് ലീഡർഷിപ്പ് അനുവദിച്ചിട്ടില്ല. ഈ പ്രശ്നം ഈ കർണാടകയിൽ മാത്രമല്ല, പണ്ട് നാം മധ്യപ്രദേശിൽ കണ്ടിരുന്നു ഈ കമൽനാഥുമായി ബന്ധപ്പെട്ട്, ഈ രാജസ്ഥാനിൽ കണ്ടിരുന്നു ഗെലോട്ടും സച്ചിൻ പൈലറ്റുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ കർണാടകയിൽ കാണുന്നു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പരിഹാരം കാണാൻ കഴിയാത്തത്? ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മുതിർന്ന നേതാവിന്, അവിടെ ഗെലോട്ടായിരുന്നു, കമൽനാഥ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ സിദ്ധരാമയ്യ, എന്തുകൊണ്ട് ഈ 2ാം നിര നേതാക്കളെ ഒഴിവാക്കുന്നു? നോക്കൂ, വൻപൻ നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും വൻപൻ നേതാക്കളാണ്. മറ്റു പല പാർട്ടിയിലാണെങ്കിലേ ഉള്ളൂ. 1 മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ, 2 ശരത് പവാർ മഹാരാഷ്ട്രയിൽ, 3 ജഗൻമോഹൻ റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ പിതാവ് YS രാജശേഖർ റെഡ്ഡി. ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇവരുടെ പിന്മുറക്കാരെ കൂടെ നിർത്താൻ കഴിയുന്നില്ല. സ്വന്തമായി വോട്ട് നേടാൻ കഴിയുന്ന കോൺഗ്രസ് നേതാക്കൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ, ഹൈക്കമാൻഡിന്റെ ഗ്ലാമർ കൊണ്ടല്ല, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ അവരുടെ ആശ്രിതനായി വരുന്ന മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം കർണാടകത്തിൽ നിന്നാണെന്ന് കൂടി ഓർക്കണം. AICC പ്രസിഡന്റ് ഇപ്പോൾ കർണാടകക്കാരനായ ഖാർഗെയാണെന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു AICC നേതൃത്വത്തിന് മാനേജ് ചെയ്യാനാവാത്ത രീതിയിൽ പ്രാദേശികമായി ആര് വളർന്നാലും അത് വെട്ടി നിരത്തുന്ന ഒരു പ്രവണതയാണ് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ലെവലിൽ വാർദ്ധക്യമുള്ള നേതാക്കളെയാണ് നിലനിർത്തുന്നത്. അതാണ് ഗെഹ്ലോട്ടിനെ നിലനിർത്തുകയും സച്ചിൻ പൈലറ്റിനെ തഴയുകയും ചെയ്യുന്ന ഒരു നിലപാട്. സച്ചിൻ പൈലറ്റ് അവിടെ ഭാവിയുള്ള രാഷ്ട്രീയമുള്ള നേതാവാണ് രാജസ്ഥാനിൽ.
അതുപോലെ കമൽനാഥിനെ പറയുന്നത് പോലെ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു. പക്ഷെ എന്താ സംഭവിച്ചത്? മധ്യപ്രദേശ് അർദ്ധപടലം കോൺഗ്രസ് നഷ്ടപ്പെടുകയാണ്. ഭൂപേഷ് ബാഗലിനെ ഛത്തീസ്ഗഡ് നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ കോൺഗ്രസ് വിശ്വാസം അർപ്പിച്ച നേതാക്കൾ ഒന്നൊന്നായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അത്യപൂർവമായ വിജയ ഫോർമുല ആയിരുന്നു കർണാടകത്തിലെ. കാരണം DK ഫാക്ഷനും സിദ്ധാരാമയ്യ വിഭാഗവും, സിദ്ധാരാമയ്യ മറ്റൊരു പാർട്ടിയിൽ ജനതാദളിൽ നിന്ന് കടന്നു വന്നതാണ് കോൺഗ്രസിൽ, ഈ ഫാക്ഷനും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് OBC-കളുടെ ഒരു വിഭാഗത്തിൻ്റെയും കുർബ സമുദായത്തിൻ്റെയും മൊക്കലിഗരുടെയും എല്ലാം കൂടെ പിന്തുണയോടുകൂടിയാണ് വലിയ ശക്തിയായ ലിംഗായത്തുകളുടെ ഒരു പാർട്ടി എന്ന നിലയിൽ, ലിംഗായത്തുകളുടെ പാർട്ടിയല്ല BJP, പക്ഷേ ലിംഗായത്തുകൾ പൊതുവെ യെദ്യൂരപ്പ ഉൾപ്പെടെയുള്ള നേതാക്കൾ ലിംഗായത്തുകളായതുകൊണ്ട് BJP-യോടൊപ്പം തൽക്കാലത്തേക്ക് നിൽക്കുന്നു. അവർ മാറിയും മറിഞ്ഞും ഒക്കെ നിന്നിട്ടുണ്ട് എന്നുകൂടി ഓർക്കണം. അവിടെ കർണാടകത്തിൽ ഇനിയെങ്കിലും ഒരു ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ കർണാടക നിലനിർത്താനാവില്ല എന്ന ഒരു ചിന്ത കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോൺഗ്രസിനുള്ളിൽ ഒരു ഹിതപരിശോധനയോ PCCക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമോ ഒന്നും തന്നെ ഇല്ലാതെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ഇന്നാക്ഷനാണ് അവിടെ വരിക. സിദ്ധാരാമയ്യയെക്കുറിച്ച് കാര്യമായ കുഴപ്പങ്ങളൊന്നും പറയാനില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ആവശ്യത്തിലധികം സമയം മുഖ്യമന്ത്രി പദവിയിൽ ലഭിച്ചു പല ആവർത്തിയായി. ആ ഒരു ഫീലിങ്ങിൽ ഒരിക്കലെങ്കിലും ശിവകുമാറിനെ, അദ്ദേഹവും വളരെ സീനിയറായി മാറിയിരിക്കുന്നു, ആ ഒരു ന്യായമായ ആവശ്യം ആണ് എന്ന മട്ടിൽ കോൺഗ്രസ്സുകാർ പറയുന്നു. അത് രണ്ട് തലയുള്ള വാളാണിത്. ശിവകുമാറിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ മറുപക്ഷത്തേക്ക് ചായാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ കർണാടകത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.